നമ്മുടെ ചപ്പാത്തിക്കും ഫ്രൈഡ് റൈസിനും അതുപോലെ തന്നെ പൊറോട്ടയ്ക്കും ഒക്കെ ബെസ്റ്റ് സൈഡ് ആയിട്ടുള്ള നല്ലൊരു പനീർ കറിയുടെ റെസിപ്പി ആട്ടോ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. കണ്ടതാ ഇതുപോലെ നല്ല കുറുകിയ ഗ്രേവിയോട് കൂടി വന്നിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ഒരു മസാല തന്നെയാണ്. അപ്പൊ എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി നമ്മുടെ ചപ്പാത്തിയുടെയും അതേപോലെ തന്നെ ഫ്രൈഡ് റൈസിന്റെയും ചോറിന്റെയും ഒക്കെ കൂടെ അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കുക. കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മറക്കാതെ അറിയിക്കണേ. അപ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള ഇതുപോലെ നീളത്തിൽ തീരെ കനം കുറച്ച് അരിഞ്ഞതാണ്. അത് ഓയിലിൽ ചേർത്ത് നല്ലോണം തന്നെ ഒന്നും കൂടെ ഫ്രൈ ചെയ്തും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നിങ്ങനെ സവാള ഫ്രൈ ചെയ്ത് നമ്മുടെ കറിയിലേക്ക് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ കറിക്ക് നല്ലൊരു കളറും കിട്ടും കേട്ടോ. മാത്രമല്ല നല്ലോണം തന്നെ കുറുകിയിരിക്കുകയും ചെയ്യും. സാധാരണ നമ്മൾ സവാള ഇച്ചിരി ജാറിലിട്ട് ഒന്ന് അരച്ച് ചേർക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കണ്ടതാ ഈ ഒരു പരുവത്തിൽ നല്ലോണം തന്നെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വലിയ ചൂടൊക്കെ ഒന്ന് ആറുന്നത് വരെ വെയിറ്റ് ചെയ്യാവേ. അങ്ങനെ നമ്മുടെ സവാളയുടെ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ഒന്ന് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. സവാളയൊക്കെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഒരു 10-15 കാഷ്നട്ട് നല്ലോണം തന്നെ ഒന്നും കൂടി കുതിർത്തി എടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വലിയ പുളിയില്ലാത്ത തൈരും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. വലിയ പുളിയൊന്നും ഉണ്ടാവരുത് തൈരിന്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല പുളിപ്പായിരിക്കും നമ്മുടെ കറിക്കും. അപ്പോൾ വലിയ പുളിയില്ലാത്ത ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്നും കൂടെ അരച്ചെടുത്തുകൊണ്ട് വരാം. കണ്ടതാ ഇതുപോലെ നല്ലോണം തന്നെ നമ്മുടെ കാഷ്നട്ടും അതേപോലെ തന്നെ സവാളയും തൈരും ഒക്കെ ആണെന്നുണ്ടെങ്കിലും ശരിക്കും ഒന്നും കൂടെ അരച്ച് കിട്ടിയിട്ടുണ്ട്. കണ്ടതാ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കതവിടെ മാറ്റി വെച്ചിട്ട് ഇനിയിപ്പോൾ കറി റെഡിയാക്കാനായിട്ട് തുടങ്ങാവേ. നമ്മളിപ്പോൾ സവാള ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെയാണ് ഒരു 2 ടേബിൾ സ്പൂൺ മറ്റൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടി 1 ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ ബട്ടറും അതേപോലെ തന്നെ ഓയിലും ഒക്കെ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ ജീരകമല്ല, നമ്മുടെ ചെറിയ ജീരകമാണ്. ഇതിൻ്റെ കൂടെ തന്നെ മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള ഇതേപോലെ പൊടിവായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാളയുടെയും എണ്ണുന്നുണ്ടെങ്കിലും പച്ചമുളക് നന്നായിട്ട് മാറി വരുമ്പോൾ ഇതേപോലെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നല്ലോണം തന്നെ ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ശരിക്കും പച്ചമണം മാറി ഒന്നും കൂടെ വഴറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സവാളയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം നന്നായിട്ട് മാറി വന്നപ്പോൾ നന്നായിട്ട് പഴുത്ത ഒരു 2 തക്കാളി മിക്സിയുടെ ജാറിൽ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ അരച്ചെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് ചേർക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതേപോലെ തക്കാളി ഒന്നും കൂടെ അരച്ചിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ. നമ്മുടെ ഈ തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ സവാളയൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിലും ശരിക്കും ഒന്ന് യോജിച്ച് ഇതുപോലെ ശരിക്കും വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോഴാണെന്നുണ്ടെങ്കിലും തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്തും കൂടി വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ സമയത്ത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഗ്യാസിന്റെ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി റെഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 3/4 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടിയും അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മിക്സ് ആക്കി ശരിക്കും പൊടികളിലേക്കാണെന്നുണ്ടെങ്കിലും പച്ചമണം നന്നായിട്ട് മാറി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നു തുടങ്ങുമ്പോഴാണ് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് സവാളയുടെയും അതേപോലെ തന്നെ കാഷ്നട്ടിന്റെയും തൈരിന്റെയും ഒക്കെ പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഈ മിക്സും കൂടി ചേർത്ത് ശരിക്കും ഒന്നും കൂടെ വഴറ്റിയെടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് ഗ്രേവി എത്രത്തോളം വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ ചേർത്ത് കൊടുത്ത മസാലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ തിളച്ച് പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരുമ്പോൾ ഇതിനകത്തേക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ആ തക്കാളി അരിച്ച മിക്സിയുടെ ജാറിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ 1 കപ്പോ 1.5 കപ്പോ വെള്ളമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഗ്രേവി കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഈ സമയത്ത് നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മിക്സാക്കി ശരിക്കും തിളപ്പിച്ചെടുക്കുന്നുണ്ട്. കണ്ടതാ ഗ്രേവിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ തിളച്ച് വന്നപ്പോൾ ഞാനൊരു 250 ഗ്രാം പനീറാട്ടോ എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ പനീറൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മിക്സായി ശരിക്കും ഒന്നും കൂടെ തിളച്ച് നല്ലോണം തന്നെ യോജിച്ച് കുറുക്കി വരണം. നമ്മുടെ ഈ പനീർ വേണമെന്നുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടും കൂടി ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ചേർത്ത് കൊടുത്താലും മതി. ഞാനൊരു 2 പനീർ എടുത്ത് കൈവച്ച് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ പൊടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇടയ്ക്ക് ആ ഒരു പനീറിൻ്റെ ചെറിയ ചെറിയ പീസൊക്കെ ആണെന്നുണ്ടെങ്കിലും കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും അതേപോലെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മിക്സ് ആയി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ.
അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള പനീർ മസാലയുടെ റെസിപ്പി എന്ന് പറയുന്നത്. ഒന്നും കൂടി വലിയ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിയുമ്പോൾ ശരിക്കും ഒന്നും കൂടി തണുത്ത് നല്ലോണം തന്നെ ഗ്രേവിയൊക്കെ കുറുകി വന്നോളൂ കേട്ടോ. കണ്ടതാ ഒന്നും കൂടി ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ ദാ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് തന്നെ ഒന്നും കൂടി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള നമ്മുടെ പനീർ റെസിപ്പി എന്ന് പറയുന്നത്. എല്ലാവരും മിസ് ചെയ്യാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒന്നും കൂടി തണുത്ത് കഴിയുമ്പോൾ ശരിക്കും കുറുകി വന്നോളും. അപ്പോൾ നല്ല ചൂട് പൊറോട്ടയുടെയും അതേപോലെ തന്നെ നമ്മുടെ ചപ്പാത്തിയുടെയോ ചോറിൻ്റെയോ ഫ്രൈഡ് റൈസിൻ്റെയോ ഒക്കെ കൂടെ ബെസ്റ്റ് സൈഡായിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മറക്കാതെ അറിയിക്കണേ. അതേപോലെ തന്നെ വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.